നാരദന്റെ ഹസ്തിനപുര സന്ദർശനം. പ്രഭാതത്തിൽ യുധിഷ്ഠിരൻ ഉറക്കമുണർന്നു. പ്രാതസന്ധ്യാവന്ദനാദികളും വൈശ്വദേവം മുതലായ ദൈനംദിന കർമ്മങ്ങളും നിർവഹിച്ചു. ശേഷം ധൃതരാഷ്ട്ര ഗാന്ധാരിമാരുടെ പ്രത്യേക മുറികളിലേക്ക് ചെന്നു. ഇതും അദ്ദേഹത്തിന്റെ ദിനചര്യകളിലൊന്നായിരുന്നു. മുറിയിൽ അവർ ഉണ്ടായിരുന്നില്ല. യുധിഷ്ഠിരൻ അവരെ എല്ലായിടത്തും നോക്കി. എല്ലാ സ്ഥലത്തും പരിശോധിച്ചിട്ടും പ്രയോജനമുണ്ടായില്ല. അപ്പോൾ സംഭ്രമത്തോടുകൂടി ദുഃഖിതനായി നിൽക്കുന്ന സഞ്ജയനെ കണ്ടു. യുധിഷ്ഠിരൻ സഞ്ജയനോട് ചോദിച്ചു, എന്റെ പിതൃവ്യന്മാരും വലിയമ്മയും എവിടെ? ആരെങ്കിലും അവരെ അപമാനിച്ചുവോ? പുത്രനാശത്തിലുള്ള ദുഃഖം സഹിക്കാനാവാതെ ഗംഗാനദിയിൽ മുങ്ങി മരിച്ചിരിക്കുമോ? അവരെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയൂ സഞ്ജയ. സഞ്ജയൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, എന്ത് സംഭവിച്ചു എന്ന് വാസ്തവത്തിൽ എനിക്കറിയില്ല. അവർ എന്നോട് ഒന്നും പറഞ്ഞില്ല. ഇപ്രകാരം പരിഭ്രാന്തരായി ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അടുത്തേക്ക് നാരദ മഹർഷി എത്തിച്ചേർന്നു. യുധിഷ്ഠിരൻ വേഗത്തിൽ നാരദ മഹർഷിയെ അർഘ്യപാദ്യാദികൾ ചെയ്ത് സ്വീകരിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, വല്ല അശ്രദ്ധയും എന്റെ പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. എന്റെ മാതാപിതാക്കളുടെ അന്തർധാനത്താൽ എന്റെ മനസ്സ് അത്യധികം തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഞാൻ ദുഃഖത്തിലായിരിക്കുന്നു. ഇതിനൊക്കെ കാരണം എന്താണെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കേണ്ടത് അങ്ങാണ്. നാരദൻ പറഞ്ഞു, യുധിഷ്ഠിര, ഒരാൾക്ക് വേണ്ടിയും ദുഃഖിക്കരുത്. ഭഗവാന്റെ അധീനത്തിലാണ് ഈ ലോകത്തിലുള്ളവരെല്ലാം. അവർ കൂട്ടമായി ജനിക്കുന്നു, അല്പകാലം ഒന്നിച്ചിരിക്കുന്നു, പിന്നെ വേർപിരിഞ്ഞു പോകുന്നു. ഇതും ഭഗവാന്റെ പദ്ധതിയാണ്. ഒരു കാളയുടെ സ്ഥിതി നോക്കൂ. യജമാനൻ മൂക്കുതുളച്ച് കയറിടുന്നു, ഭാരം അതിന്റെ ചുമലിൽ വെക്കുന്നു. യജമാനൻ കയറി വലിക്കുന്ന വഴിക്ക് കാളയ്ക്ക് നടക്കുകയേ നിവൃത്തിയുള്ളൂ. യജമാനന്റെ ഇഷ്ടത്തിനൊത്ത് ഭാരം വലിക്കുകയും വേണം. ഇക്കാര്യത്തിൽ അതിന് സ്വന്തം അഭിപ്രായമില്ല. അതുപോലെ തന്നെ ധർമ്മം, ബ്രഹ്മചര്യം, ബ്രാഹ്മണ്യം, ഈ 3 പാശങ്ങളാൽ മനുഷ്യൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവയാൽ മുൻപോട്ട് പായിക്കപ്പെട്ടുകൊണ്ട് മനുഷ്യൻ തന്നിലർപ്പിതമായ ഭാരം ചുമന്നുകൊണ്ട് ഭഗവത് സന്നിധിയിലേക്ക് നടകൊള്ളുകയാണ്. യഥേഷ്ടം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരാൾക്കുമില്ല. കുട്ടികൾ പാവകളെ വെച്ച് കളിക്കുമ്പോൾ പാവകളെ ചിലപ്പോൾ ഒന്നിച്ചുകൂട്ടിയും ചിലപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാക്കിയും കളിക്കാറുണ്ടല്ലോ. അതുപോലെ ഭഗവത് ഇച്ഛയനുസരിച്ച് മനുഷ്യർ ചിലപ്പോൾ ഒന്നിച്ച് ഒരു കുടുംബമായി ജീവിക്കുന്നു, പിന്നെ ഭിന്നിക്കപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ജീവിത തത്വത്തെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. മനുഷ്യ ശരീരം സ്ഥായിയല്ല. ആത്മാവിന് നാശവുമില്ല. 2 നിലയ്ക്കായാലും പ്രായമായവർ അപ്രത്യക്ഷരാകുമ്പോൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. കാലം, കർമ്മം, സ്വഭാവം ഇവയുടെ അധിഷ്ഠാനമായ മായയാണ് പഞ്ചഭൂതാത്മകമായ ഈ ശരീരത്തെ നിലനിർത്തുന്നത്. വേറെ ഒരു ശക്തിക്കും അതിനെ രക്ഷിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. യുധിഷ്ഠിര, ഞാൻ പറയുന്നത് കേൾക്കൂ. ഭഗവാൻ ദുഷ്ടനാശത്തിനായി നാമവും രൂപവും ധരിച്ച് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ കർമ്മം അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹം ഇരിക്കും കാലമേ അങ്ങും ഈ ഭൂമിയിൽ ജീവിക്കുകയുള്ളൂ. ഗംഗാനദി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ 7 അരുവികളായി പിരിഞ്ഞു. അവ സപ്തസ്രോതസ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ പാവനമായ നദീതടത്തിൽ അങ്ങയുടെ വലിയച്ഛൻ ഭാവി ജീവിത നിർവഹണത്തിന് തയ്യാറെടുക്കുകയാണ്. ഇന്നു മുതൽ 5-ാം നാൾ അദ്ദേഹം ഐഹിക ബന്ധത്തിൽ നിന്ന് വിമുക്തി നേടും. ആശ്രമത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെയും രാജ്ഞി ഗാന്ധാരിയുടെയും ഭൗതിക ശരീരങ്ങൾ അഗ്നിക്കിരയാവും. അത് പ്രത്യക്ഷത്തിൽ കണ്ട ശേഷം അങ്ങയുടെ ഇളയച്ഛൻ വിതുരൻ വീണ്ടും തീർത്ഥാടനമായി സഞ്ചരിച്ച് ബദര്യാശ്രമത്തിൽ ചെന്ന് തന്റെ ഭൗതികദേഹം കൈവെടിയും. ഞാൻ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ച് ദുഃഖം ത്യജിക്കുക. നാരദൻ പാണ്ഡവരോട് യാത്ര പറയുകയും യുധിഷ്ഠിരൻ നാരദന്റെ ജ്ഞാനോപദേശം കേട്ട് സ്വയം സമാധാനിക്കുകയും ചെയ്തു.